എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,00,000 മുകളിൽ എത്തിയിരിക്കുകയാണ്. $1,3576 ഇപ്പോൾ നിലവിൽ ഒരു ബിറ്റ്കോയിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 2-3 മാസമായിട്ട് ബിറ്റ്കോയിനിലുണ്ടായിട്ടുള്ള ഈ ഒരു ഹെവി സെൽ ഓഫും ട്രംപ് വന്നതിന് ശേഷമുള്ള ഈ ഒരു അൺസർട്ടനിറ്റി പീരീഡിലൂടെ എല്ലാം നിങ്ങൾ ബിറ്റ്കോയിൻ വിൽക്കാതെ പിടിച്ച് നിന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം അത്രമാത്രം ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അതായത് എത്രയൊക്കെ കറക്ഷനും കാര്യങ്ങളും എത്രമാത്രം വോളട്ടൈൽ ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ പ്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ലോങ് ടേമിൽ ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? നമുക്ക് ഓരോ തവണ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരുമ്പോൾ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പേടിച്ച് ബിറ്റ്കോയിൻ സെല്ല് ചെയ്ത് ഒഴിവാക്കി പോകാനുള്ള ഒരു അവസരമല്ല. കാരണം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിറ്റ്കോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവുന്ന സമയത്ത്, താഴോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മെജോറിറ്റി ആളുകളും ബിറ്റ്കോയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എക്സാക്ട്ലി ഒരു മാസം മുന്നേ ഒരു എക്സ്ട്രീം ഫിയറിൽ നിന്ന് വെറും ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ നിലവിൽ മൊത്തത്തിൽ ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഈ ഒരു ഗ്രീഡ് ഫേസിലോട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2 ദിവസം മുകളിലോട്ട് പോയപ്പോഴേക്കും. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പ്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ലോങ് ടേമിൽ കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ബിറ്റ്കോയിൻ നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ പറഞ്ഞ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു $90,000 അച്ചീവ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മെയിൽ പറഞ്ഞിട്ടുള്ള ഒരു $100,000 ടാർഗറ്റ് അച്ചീവ് ചെയ്തു. സോ ഒബ്വിയസ്ലി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബൈ ദി എൻഡ് ഓഫ് ജൂലൈ ആകുമ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,50,000 മുകളിൽ എത്തുമോ എന്നുള്ളതാണ്, അല്ലേ? സോ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബൈ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ $1,50,000 മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 99% പ്രോബബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ഇത് ഞാൻ വെറും ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല, പകരം ഹിസ്റ്റോറിക്കലി ഉള്ള ഡേറ്റ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തിക്കുന്നത്. സോ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ചിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2017 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വർഷമാണ്, 2025 ആദ്യത്തെ വർഷമാണ്. സോ 2017 അതായത് ഇപ്പോൾ ഈ ഒരു വർഷം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ടുള്ള ഇതേ ഒരു അൺസർട്ടനിറ്റി കാര്യങ്ങൾ 2017 ഉണ്ട്. അപ്പോൾ ബിറ്റ്കോയിന് ഏകദേശം 30% മുകളിൽ എത്ര തവണ ക്രാഷ് ആയിട്ടുണ്ട്, ആ കറക്ഷൻ പീരീഡ് എല്ലാം എത്ര ദിവസം കൊണ്ടാണ് റിക്കവർ ആയിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ടേബിളാണ് ഇത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കറക്ഷൻ മാർച്ച് 10 മുതൽക്ക് 25 മാർച്ച് വരെയാണ്, അല്ലേ? അതായത് $1,350 നിന്നും $891 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കറക്റ്റായി, അതായത് 34% കുറഞ്ഞു. അതിനുശേഷം വെറും 37 ദിവസം കൊണ്ടാണ് ബിറ്റ്കോയിൻ പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നത്. അതായത് മാക്സിമം 37 ദിവസം കൊണ്ടാണ് ഈ 2017 ഒരു കറക്ഷൻ റിക്കവർ ആയിട്ടുള്ളത്, മിനിമം 6 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഇതേ ഒരു പീരീഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലോവസ്റ്റ്, അതായത് ആദ്യത്തെ 2025 ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു 30% കറക്ഷൻ അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലോട്ട് എത്തിയത് 7th മാർച്ചാണ്, അല്ല 7th ഏപ്രിലാണ്. അതായത് $74,434 എത്തിയതിനു ശേഷം ഇപ്പോൾ 31ാമത്തെ ദിവസമാണ് ബിറ്റ്കോയിൻ ഈ ഒരു $103,000 എത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു ടേബിൾ പ്രകാരം മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ്, അതായത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മാക്സിമം ഈ ഒരു കറക്ഷൻ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഒരു 37, മാക്സിമം ഒരു 30, ഒരു മാസത്തിനുള്ളിൽ റിക്കവർ ആവും എന്നുള്ളത്. സോ മാക്സിമം ഈ ഒരു 37 ദിവസമാണ് എന്നുണ്ടെങ്കിലും അടുത്തൊരു വീക്കോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ ഒരു റിക്കവർ ആയ ഒരു പീരീഡ് അല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ അത് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് മാർക്കറ്റിന് ഒരിക്കലും അൺസർട്ടനിറ്റി തീരെ ഇഷ്ടമല്ല, അല്ലേ? അതായത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിന് ഇഷ്ടമല്ല. അതിപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് അണ്ടർ പെർഫോം ചെയ്യും. പക്ഷേ ആ ഒരു അൺസർട്ടനിറ്റി എപ്പോഴൊക്കെ കൂൾ ആവുന്നോ അതിന് ശേഷമുള്ളൊരു പീരീഡ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫേസിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. സോ നമ്മൾ 2017 ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2017 ജനുവരി 20 ട്രംപ് അധികാരത്തിൽ വരുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഈ ഒരു 34% കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടേബിൾ പറയുന്ന പോലെ 37ാമത്തെ ദിവസമാണ് ബിറ്റ്കോയിൻ പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നത്.
അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത് വലിയൊരു ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഫേസാണ് അല്ല, അതായത് വളരെ ഫാസ്റ്റായിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടിയത്. അതായത് ഏകദേശം ഈ $1300 ഉണ്ടായിട്ടുള്ള ബിറ്റ്കോയിൻ $1346 ബിറ്റ്കോയിൻ്റെ പ്രൈസ് വിത്തിൻ 45 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഏകദേശം ഒരു $2930 എത്തുന്നത്. അതായത് ഏകദേശം ഒരു 140% ആണ് 1.5 മാസത്തിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ വിലയിലുണ്ടായിട്ടുള്ള മാറ്റം. സോ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറയുന്ന കാര്യമാണ്, അതായത് അടുത്തൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ ഒരു കൂൾ ഓഫ് ആവാനുള്ളൊരു ടൈമാണ് എന്നുള്ളത്. അതിപ്പോൾ ട്രേഡ് വാറാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ റേറ്റ് കട്ട് കാര്യങ്ങൾ ജൂലൈയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ ട്രംപിൻ്റെ പ്രസ് മീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ UK ആയിട്ട് ട്രേഡ് ഡീലും കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ എത്രത്തോളം കൂൾ ഓഫ് ആവുന്നോ അത്രമാത്രം അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ബിറ്റ്കോയിന് വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ കഴിഞ്ഞ 2017 140% ആണ് മുകളിലോട്ട് പോയത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കൂടിയാൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ഈസി ആയിട്ട് ജൂലൈയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂലൈയുടെ മുന്നേ തന്നെ ചിലപ്പോൾ $1.5 ലക്ഷം മുകളിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അടുത്ത 1-2 മാസത്തിൻ്റെ ഉള്ളിൽ അടുത്ത വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ, വരാനിരിക്കുന്ന കുറച്ച് മാസങ്ങൾ വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഫേസിലോട്ടായിരിക്കും ബിറ്റ്കോയിൻ പോകാൻ പോകുന്നത്. $1.5 ലക്ഷം അതിന് മുകളിലോട്ടൊക്കെ എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പെക്ടേഷനും ടാർഗറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.